ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീമന്നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. ഇന്ന് ദശകം 19 സമർപ്പണമാണ്. നമ്മൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് സമർപ്പിക്കുകയാണ്. അപ്പം ആദ്യം ശ്ലോകം, ഓരോ ശ്ലോകം വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരും. മുഴുവൻ ശ്ലോകവും വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു തരും. അപ്പം അഥ ശ്രീമൻ നാരായണീയെ ദശകം 19 പ്രചേതസ്സുകളുടെ കഥ. പൃഥോസ്തു നപ്ത പൃഥുധർമ്മകർമ്മഠഃ പ്രാചീനബർഹിരിവതൗ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസുതാൻ അജീജനത്വത്കരുണാങ്കുരാനിവ. അതൊന്നിച്ച് വായിക്കാം. സുചേതസസുതാൻ അജീജനത്വത്. പൃഥുചക്രവർത്തിയുടെ ചെറുമകൻ്റെ മകനായി ജനിച്ച പ്രാചീന ബർഹിസ്, അതായത് പൃഥുചക്രവർത്തിയുടെ മകൻ വിജിതാശ്വൻ, വിജിതാശ്വൻ്റെ പുത്രൻ ഹവിർധാനൻ, ഹവിർധാനൻ്റെയും ദിഷണയുടെയും മകനായ ബർഹിഷതൻ. അങ്ങേര് പ്രാചീനം കിഴക്കോട്ട് തലയാക്കിയിട്ട ദർഭകളെ കൊണ്ട് യാഗങ്ങൾ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് വന്ന പേരാണ് പ്രാചീന ബർഹിസുകൾ. ഇനി അതാണ് പ്രാചീന ബർഹിസ് പൃഥു ചക്രവർത്തിയുടെ ധർമ്മം പോലെയുള്ള ധർമ്മത്തോടു കൂടിയവനും ആ ചക്രവർത്തി നടത്തിയിരുന്ന എല്ലാ ധർമ്മങ്ങളും ഇദ്ദേഹവും പാലിച്ചിരുന്നു. അപ്പോൾ കർമ്മകാണ്ഡത്തിൽ അതിസമർത്ഥനും എല്ലാ ധർമ്മവും അതുപോലെ പാലിക്കുന്നവനും ആയിരുന്നു അദ്ദേഹം. തൻ്റെ ഭാര്യയായ ശതദ്രുതയിൽ പ്രചേതസ്സുകൾ എന്ന പേരോടുകൂടിയ നല്ല മനസ്സുള്ളവരും ഭഗവത് കാരുണ്യമുള്ളവരുമായ 10 പുത്രന്മാരെ ജനിപ്പിച്ചു എന്ന ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ശ്ലോകം. പിതുശുശ്രൂക്ഷാനിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാദശാഭിതേ പയോനിധിം പശ്ചിമമീത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം. അനന്തരം പ്രജാസൃഷ്ടിയിൽ തൽപരനായിരിക്കുന്ന പ്രാചീന ബർഹിസ് 10 പുത്രന്മാരോടും ഇപ്രകാരം പറഞ്ഞു. എന്ത്? അല്ലയോ പുത്രന്മാരെ, നിങ്ങൾ പ്രജകളെ സൃഷ്ടിച്ചാലും തൻ്റെ ജോലി ഏറ്റെടുത്താലും എന്ന് അച്ഛൻ മക്കളോട് പറഞ്ഞു. പിതൃനിയോഗിതരായി മക്കൾ ഭഗവത് ഉപാസനത്തിൽ ആസക്ത ചിത്തരായി പശ്ചിമ സമുദ്രത്തെ പ്രവേശിച്ചു. അപ്പോൾ അതിൻ്റെ തീരത്തിൽ അതിമനോഹരമായിരിക്കുന്ന ഒരു തടാകം കണ്ടു. അടുത്ത മൂന്നാമത്തെ ശ്ലോകം. തഥാ ഭവതീർത്ഥമിദം സമാഗതോ ഭവോ ഭവത്സേവകദർശയാദൃതഃ പ്രകാശമാസാദ്യ പുരപ്രചേതസാം ഉപാദിശത് ഭക്തതമസ്തവസ്തവം. പ്രചേതസ്സുകൾ ശ്രീരുദ്രൻ്റേതായ തീർത്ഥത്തെ തന്നെ പ്രാപിച്ചു. അങ്ങയുടെ ഭക്തരുടെ ദർശനം സ്വഭക്തന്മാരുടെ ദർശനം തന്നെയാകയാൽ ആ ദർശനത്തിൽ അത്യാദരവോടുകൂടി ശ്രീരുദ്രൻ അവർക്ക് പ്രത്യക്ഷീഭവിച്ചിട്ട് അങ്ങയുടെ സ്തോത്രം ഉപദേശിച്ചു. നാലാമത്തെ ശ്ലോകം. സ്തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിഷിതായുധം സമാഹ ഭവത്സുഖാസ്വാദരസാദമീഷ്വിയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രത. ശ്രീരുദ്രനാൽ ഉപദേശിക്കപ്പെട്ടതായ ആ സ്തോത്രം ജപിച്ചുകൊണ്ട് 10,000 സംവത്സരം അവർ ആ ജലത്തിൽ മുങ്ങിക്കിടന്നു. ബ്രഹ്മാനന്ദ സുഖത്തിൻ്റെ അനുഭവത്തിലുള്ള രസം അവർക്ക് ധ്രുവനെ പോലെ വേഗം ലഭിക്കാതെ
നീണ്ട കാലം കൊണ്ടാണ് കൈവന്നതെങ്കിലും കാലം കടന്നുപോയത് അവരറിഞ്ഞതേയില്ല. അടുത്ത ശ്ലോകം, 5-ാമത്തെ ശ്ലോകം. തപോഭിരേഷാം അതിമാത്രവർദ്ധിതൈഃ സയജ്ഞഹിംസാ നിരതോപി പാവിതഃ പിതാപി തേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവതാത്മതാം യയൗ. ഈ പ്രചേതസ്സുകളുടെ പ്രവൃത്തങ്ങളായ തപസ്സുകൊണ്ട് യജ്ഞങ്ങളെയും ഭഗവത് ഭക്തിയെയും നിരോധിച്ചവനും സ്വപാപഫലമായി മഹർഷിമാരുടെ ശാപാഗ്നിയിൽ മരിച്ചു വീണവനുമായ പൂർവികനായ വേനൻ പോലും നരകത്തിൽ നിന്നും കരകയറി. രാജധാനിയിൽ ആഗതനായ നാരദൻ്റെ ഉപദേശത്താൽ പരമാത്മജ്ഞാനം ലഭിച്ച പ്രാചീന ബർഹിസാകട്ടെ ഭഗവത് സായുജ്യപ്രാപ്തനായി. അടുത്ത ശ്ലോകം, 6-ാമത്തെ ശ്ലോകം. കൃപാബലേനൈവ തതഃ പ്രചേതസാം പ്രകാശമാഗാഹ പദകേന്ദ്രവാഹനഃ വിരാജി ചക്രാദിവരായുധാംശുഭിഃ ഭുജാഭിരഷ്ടാഭിരുദഞ്ജിതദ്യുതിഃ. ഭക്തവാത്സല്യത്താൽ അങ്ങ് ആ പ്രചേതസ്സുകളുടെ മുമ്പിൽ ഗരുഡാധിരൂഢനായി ശംഖചക്രാദികളാകുന്ന മഹാ ആയുധങ്ങൾ ധരിച്ച് 8 കൈകളോടുകൂടി പ്രത്യക്ഷനായി. ഇവിടെ നമുക്ക് നിർത്താം. യൂട്യൂബിൽ കൂടുതൽ വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് പാർട്ട് 2 ആയിട്ട് ബാക്കി ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. ഇത് പാർട്ട് 1.